മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ജൂലൈ 7-ാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ 31-ാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ചൊവ്വ ജൂലൈ 12-ാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ്. സൂര്യൻ ജൂലൈ 16-ാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും ബുധൻ ജൂലൈ 19-ാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. രാഹു ജൂലൈ 8-ാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. അന്നേ ദിവസം തന്നെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ നിന്നും 2-ാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ്. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനനസ്ഥലം, മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി കർക്കിടകം രാശിക്കാരുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 10-ാം ഭാവത്തിൽ തന്നെയാണ്, അതായത് മേടം രാശിയിൽ. ഇത് ചൊവ്വയുടെ സ്വരാശിയാണ്. ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ശനിയുടെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നതിനാൽ ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. ചൊവ്വ ജൂലൈ 12-ാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ കരിയർ സംബന്ധമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. പ്രത്യേകിച്ചും ചൊവ്വയുടെ രാശിമാറ്റത്തിന് ശേഷം പുതിയ ജോലിക്കും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ 2-ാം പകുതി കൂടുതൽ ശുഭകരമായിരിക്കും. ഭാഗ്യസ്ഥാനാധിപൻ ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനത്താണ്. ഇത് സാമ്പത്തിക സ്ഥിതികളെ അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. കരിയറിൽ നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ലഭിക്കുവാനോ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനോ ഇതൊന്നുമല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നത് എക്സ്ട്രാ ഇൻകം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും. ലാഭസ്ഥാനത്തിൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും അധിപൻ 7-ാം തീയതി നിങ്ങളുടെ 1-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് പ്രോപ്പർട്ടി, ഭവനം, വാഹനം എന്നിവ വാങ്ങുവാൻ സമയം അനുകൂലമാക്കുന്നതായിരിക്കും. അതുപോലെ പ്രോപ്പർട്ടികളുടെ വിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. 3-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മേൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. കണ്ണു അടച്ചാരെയും വിശ്വസിക്കുവാൻ പാടില്ല. ഈ മാസം വരുമാനത്തോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ അതിൽ കൂടുതലും
പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുന്നതിനായിരിക്കും ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7ാം ഭാവാധിപൻ ശനിയാണ്. ശനി 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ്. ഇത് അഷ്ടമശനിയുടെ പ്രഭാവങ്ങളെ കുറയ്ക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ശനി വക്രഗതിയിലായതിനാൽ കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. 7ൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ മാസം ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും തമാശയായിട്ട് പോലും ഹർട്ട് ചെയ്യുന്ന രീതിയിലാകുവാൻ പാടില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ചൊവ്വയുടെ പൊസിഷൻ നല്ലതായതിനാൽ പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും. വിദേശത്തിന് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വലിയ അസുഖങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. എങ്കിലും നേത്ര സംബന്ധമായോ സ്കിൻ സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ മാസത്തിൻ്റെ 2ാം പകുതിയിൽ അലട്ടുവാൻ സാധ്യതകളുണ്ട്. പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.